ശ്രീ ആസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. രാഹുകേതുക്കളുടെ ഗോചരത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി രണ്ടാമതെടുത്ത് ഞാൻ പറയുന്നില്ല. അടുത്തത് ധനുരാശി തൊട്ടിട്ട് നോക്കാം. ധനുരാശിക്കാർക്ക് രാഹു 3-ാം ഭാവത്തിലേക്കും കേതു 9-ാം ഭാവത്തിലുമാണ് ഗോചരത്തിൽ വരുന്നത്. ഇപ്പോൾ 3-ാം ഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപജയസ്ഥാനമാണ്. രാഹു ഉപജയസ്ഥാനത്തിൽ വളരെ കംഫർട്ടബിളാണ്. വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഭാവമാണ് രാഹുവിൻ്റെ. 3-ാം ഭാവം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, പിന്നെ മീഡിയ, IT ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഭാവമാണ്. പിന്നെ കൂടാതെ നമ്മുടെ കറേജ്, പിന്നെ എഫേർട്ട്, പിന്നെ യങ്ങർ സിബ്ലിങ്സ്, ഷോർട്ട് ട്രാവലിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ 3-ാം ഭാവം റിലേറ്റ് ചെയ്താണ് നമ്മൾ പറയാം. അപ്പോൾ IT റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുകൾക്കും മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുകൾക്കും സെയിൽസിലുള്ള ആൾക്കാരുകൾക്കും ഇതൊക്കെ ഏറ്റവും നല്ലൊരു ടൈം പീരീഡ് ആണ് ഇപ്പോൾ. 3-ാം ഭാവം റിലേറ്റ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോബീസിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ രാഹുവിനെ എടുക്കുകയാണെങ്കിൽ മീഡിയ ത്രൂ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ന്യൂ ബിഗിനിങ്സ്, മീഡിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു ടൈം പീരീഡാണ്. പിന്നെ നമ്മൾ എന്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും അത് കാണുന്ന ഒരു ടൈം പീരീഡാണ്. കറേജിൻ്റെ ഒരു പ്ലേസിലായ കാരണം കൊണ്ട് തന്നെ രാഹു നമുക്ക് എന്തിനും പ്രതിരോധിച്ച് മുന്നേറാനുള്ളൊരു ശക്തി നമുക്ക് തരും. ധനുരാശിയുടെ കേതുവിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ 9-ആണ്. 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാവമാണ്. അച്ഛൻ്റെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 9-ആണ്. പിന്നെ യാത്രകളുടെ ഒരു സ്ഥാനമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ഹെഡ്ലെസ് ബോഡി ആയ കാരണം കൊണ്ട് തന്നെ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ, അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ നന്നായി ശ്രദ്ധിച്ചിട്ട് കുറച്ചും കൂടി ഒബ്സർവ് ചെയ്തിട്ടൊക്കെ നമ്മൾ ആ ഒരു റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കണം. പിന്നെ അച്ഛൻ റിലേറ്റ് ചെയ്തുള്ള ഈഗോ വിഷയങ്ങളോ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് രാഹു 2-ലും കേതു 8-ലുമാണ്. രാഹു 2-ാം ഭാവം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീച്ചിൻ്റെ ഒരു പ്ലേസാണ്. ഫാമിലി, ഫൈനാൻസ്, ഫുഡ് ഇതൊക്കെ റിലേറ്റ് ചെയ്തുള്ളൊരു ഭാവമാണ്. അപ്പോൾ 2-ാം ഭാവം ക്യാഷ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ധനം വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പിന്നെ ഫാമിലി റിലേറ്റ് ചെയ്തുള്ള ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ അത് നന്നായി ശ്രദ്ധിക്കണം. രാഹു എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ഒരു അതിൻ്റെ താല്പര്യങ്ങൾ കൂട്ടാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മകരം രാശിയിലെ കേതുവിൻ്റെ ഭാവം നോക്കുകയാണെങ്കിൽ 8-ാം ഭാവമാണ്. അപ്പോൾ 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ സഡൻ ഇവൻസിൻ്റെ ഒരു ടൈം പീരീഡാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ലൈഫിൽ ചില കാര്യങ്ങൾ ഉണ്ടാവാം. ഒക്കൾട്ട് നോളേജിനൊക്കെ പറ്റിയ, അതായത് അത് സ്റ്റഡി ചെയ്യാൻ പറ്റിയൊരു ടൈം പീരീഡാണ്. പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ അതിന് പറ്റിയൊരു ടൈം പീരീഡാണ്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ കേതു റിലേറ്റ് ചെയ്തുള്ള കുറച്ച് നെഗറ്റീവ്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് കുംഭരാശി. കുംഭരാശിയിൽ രാഹു 1-ാം ഭാവത്തിലും കേതു 7-ാം ഭാവത്തിലാണ്. രാഹു ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലായതുകൊണ്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈം പീരീഡാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ചിന്തകൾ കടന്നു വരുന്നൊരു ടൈം പീരീഡാണ്. പിന്നെ ചന്ദ്രൻ അമ്മയുടെ കാരകത്തുള്ളത് കാരണം കൊണ്ട് അമ്മ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രാഹു കുംഭരാശിയിലാണ്. അത് രാഹുവിൻ്റെ ഒരു ഇഷ്ടരാശിയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ രാഹു വളരെ ഇൻ്റലിജൻ്റ് ആയൊരു കണ്ണിങ് ആയ ഒരു പ്ലാനറ്റാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിപരമായിട്ട് നമുക്ക് ഈ ടൈം പീരീഡിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതിന് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ലൈഫിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. കുംഭരാശിയുടെ കേതുവിൻ്റെ ഭാവം 7-ാം ഭാവമാണ്. അത്രയ്ക്കും ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡാണെന്ന് പറയേണ്ടി വരും. 7-ാം ഭാവം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. 7-ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ണറുടെ ഒരു പ്ലേസാണ്. അപ്പോൾ പാർട്ണറായുള്ള ഈഗോ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു ടൈം പീരീഡല്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ സെക്ഷൽ ഓർഗൻസ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡാണ്. അടുത്തത് മീനരാശിയാണ്. മീനരാശിക്കാർക്ക് രാഹു 12-ലും കേതു 6-ലുമാണ്. രാഹുവിൻ്റെ 12-ാം ഭാവം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിദേശം, പിന്നെ വയത്തിൻ്റെ ഒരു പ്ലേസാണ്. ഹോസ്പിറ്റൽ, സ്പിരിച്വാലിറ്റി ഇതിൻ്റെയൊക്കെ ഭാവമാണ്. രാഹു 12-ാം ഭാവത്ത് ഒട്ടും ഒരു നല്ല പ്ലേസ്മെൻ്റ് അല്ല. അപ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കാം. പെട്ടെന്ന് ക്യാഷിൻ്റെ ഒക്കെ ഒരു ലോസ് വരുന്ന ഒരു ടൈം പീരീഡാണ്. പിന്നെ 12-ാം ഭാവം ഒരു ശയനത്തിൻ്റെ ഒക്കെ ഒരു പ്ലേസ് ആയ കാരണം കൊണ്ട് തെറ്റായ ബന്ധങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ടൈം പീരീഡാണ്. മീനം രാശിയുടെ കേതുവിൻ്റെ ഭാവം നോക്കുകയാണെങ്കിൽ 6-ലാണ്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഉപജയസ്ഥാനമാണ്. കേതു ഒക്കെയാണ്, എങ്കിലും ഹെൽത്ത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് എക്സസൈസൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. രാഹുകേതുക്കളുടെ ഗോചരം റിലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങളുള്ളവർക്ക് ഹൈലി എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത വ്യാഴത്തിൻ്റെ ഗോചരം വരെ ഗുണാനുഭവങ്ങളുള്ളവർക്ക് അത് കൂടുതൽ കിട്ടുകയും ദോഷങ്ങളുള്ളവർക്ക് വളരെ കുറവായിരിക്കും സംഭവിക്കുക.